റോഡിൽ സ്റ്റിക്കർ ഒട്ടിച്ച് യൂത്ത് ലീഗ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്ന നാഷണൽ ഹൈവേ 66 കൂളിയങ്കാൽ റോഡിൽ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്റ്റിക്കർ ഒട്ടിച്ചത്. പൊട്ടിയ റോഡിൽ സ്റ്റിക്കർ ഒട്ടിച്ച് പ്രതിഷേധിച്ച് യൂത്ത് ലീഗ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്ന നാഷണൽ ഹൈവേ 66 കൂളിയങ്കാൽ റോഡിൽ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്റ്റിക്കർ ഒട്ടിച്ചത്. പ്രതിഷേധ പരിപാടി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി കിടക്കുകയാണ്. എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ കാണുന്നത് പോലെ സർവീസ് റോഡുകൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പോൾ പേടിയോടെയാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത്. എവിടെയാണ് പൊട്ടിപ്പൊളിഞ്ഞ് വീഴുക, ഏത് ഗർത്തത്തിലേക്കാണ് നമ്മൾ ചെന്ന് പതിക്കുക എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും പേടിയാണ്. വാഹനം ഓടിക്കാൻ തന്നെ വളരെ പേടിച്ചുകൊണ്ടാണ് ജനങ്ങൾ വാഹനം ഓടിക്കുന്നത്. ഇത്രയേറെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടും ഈ മഴ വരുന്നതിന് 2 ദിവസം മുമ്പേ നമുക്കൊക്കെ അറിയാവുന്ന മരുമകൻ റിയാസ് പറഞ്ഞത്, ഞങ്ങൾ റോഡുണ്ടാക്കി ഉദ്ഘാടനം ചെയ്യാൻ കാത്തിരിക്കുകയാണ്, ഞങ്ങളുടെ സർക്കാരാണ് ഈ റോഡുണ്ടാക്കിയത് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മന്ത്രി റിയാസ് എല്ലാ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയുണ്ടായി. മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് നദീർ കൊത്തിക്കാൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി റമീസ് ആറങ്ങാടി, ജില്ലാ സെക്രട്ടറി MP നൌഷാദ്, യൂനുസ് വടകരമുക്ക്, വാർഡ് കൗൺസിലർ K മുഹമ്മദ് കുഞ്ഞി, റഷീദ് ഹോസ്തുർഗ്, മുത്തലിബ് കൂളിയങ്കാൽ, ആസിഫ് ബല്ല, ആബിദ് ആറങ്ങാടി, AK മുഹമ്മദ്, T കാദ്, M ബഷീർ ഹംസ, മുഹമ്മദ് ഷക്കീർ, ഉനൈസ്, അജ്മൽ എന്നിവർ നേതൃത്വം നൽകി. ജബ്ബാർ ചിത്താരി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.